സോ നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന് അല്ലേ, വെയിറ്റ് ചെയ്ത് ഞങ്ങൾ എമ്പുരാൻ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാലത്ത് 6:30 ഷോയ്ക്ക് തന്നെ പോയി. ഫസ്റ്റ് ഡയലോഗ് പറയാം, തിയേറ്റർ വാച്ചാണ്. തിയേറ്റർ വാച്ചാണ് സംഭവം. പറ്റുന്ന എല്ലാവരും പോയി കാണണം. ഇത്ര അടിപൊളിയായിട്ട് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഷോട്ടുകളൊന്നും പറയാല്ല, അടിപൊളിയായിട്ട്. എനിക്ക് എല്ലാ ഷോട്ടുകൾ കണ്ടപ്പോ എനിക്ക് ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ മൂവി ചെയ്ത പോലെ ഒരു ഫീൽ കിട്ടി. അതായത് ഇംഗ്ലീഷ് പടം മലയാളത്തില് മലയാളം മോഡി വെച്ച് ചെയ്യുന്നത് ലെവല്. ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് മൂവി പോലെയാണ് കാണുന്നത്. ആകെ ചേട്ടൻ കാണിച്ചത് കുറച്ച് ടോം ക്രൂസോ ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇംഗ്ലീഷ് പടം തന്നെ, അതില് ലാംഗ്വേജ് മാത്രം മലയാളം ആയിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം റിയലിസ്റ്റിക് ആയി. ചില പടം കാണാൻ നമ്മൾ വിചാരിക്കില്ല ഇതെന്ത് ഫിസിക്സ് ഇല്ലാത്ത പോലെ തോന്നും. ഫൈറ്റ് സീൻ കണ്ടിന്യൂറ്റി, ജാതി കണ്ടിന്യൂറ്റി. അതായത് ജസ്റ്റ് ഒരു ഇത് പറയാല്ലേ, മോഹൻലാലും പൃഥ്വിരാജിന്റെ ഒരു ആക്ഷൻ സീൻ ഉണ്ട്, അതും നല്ല എനിക്ക് സ്റ്റാർട്ടിങ് ഇത്തിരി ബോറായിട്ട് തോന്നി. പക്ഷെ ലാസ്റ്റിലേക്ക് ആ ഫൈറ്റ് സീൻ ലാസ്റ്റിലേക്ക് വരും ഭയങ്കര പഞ്ച്. ലാലേട്ടൻ ചെയ്യുന്ന സ്റ്റൈൽ തന്നെ അങ്ങനെ റിപ്പീറ്റ്, പൃഥ്വിരാജ് റിപ്പീറ്റ് ചെയ്യണം, ആ പൃഥ്വിരാജ് ചെയ്യുന്നത് ലാലേട്ടൻ റിപ്പീറ്റ്, അങ്ങനെ നല്ലൊരു കോംബോ ആയിട്ടാണ് ആ ഫൈറ്റ് സീൻ പോയത്. അത് കലക്കി എന്തായാലും. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലൊരു പഞ്ച് കിട്ടിയത്. ഇന്റർവ്യൂ കഴിയുമ്പോ ഞങ്ങളെ കൊന്നത് ലെവലായിരിക്കല്ലോ. അപ്പൊ തന്നെ ഇന്റർവ്യൂ കഴിയുമ്പോ നമുക്കൊരു തീരുമാനം അറിയാം. പൊളി മേക്കിംഗ്, പൃഥ്വിരാജ് സമ്മതിക്കണം. എടുത്ത കാസ്റ്റ് ആയാലും ക്രൂ ആയാലും പെർഫെക്റ്റ് ജോബ് അവർ ചെയ്തേക്കുന്നത്. ഒരാളെ പോലും നമ്മൾ ഇയാളെന്താ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ പോയി കണ്ടാലും കാശ് പോയല്ലോ എന്നൊരു ഫീലിംഗും ഇല്ല, ഒരിക്കലും വരില്ല. അത് ഒന്നുകൂടി വേണമെങ്കിൽ കാണാം. ലീവ് എടുത്തിട്ടായാലും പോയോണ്ട് ഒരു പ്രശ്നമില്ല. ഇതിലിപ്പോ ഒരു കാര്യം പറയുള്ളത്, എനിക്ക് ഇപ്പോഴും ലൂസിഫറിന്റെ ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് ഇപ്പോഴും മെമ്മറിയിൽ ഇരിക്കുന്നത്. കാരണം അതില് സോളോ, ലാലേട്ടന്റെ ഒരു സോളോ ഇതായിരുന്നു. സെക്കൻഡ് പാർട്ടിന് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് അവര് സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കുറെ പരിപാടികൾ, എനിക്ക് അതൊക്കെയാണ് ഓർമ്മയിലിരിക്കുന്നത്. പൊളിറ്റിക്സിനെ കുറച്ചെടുത്ത് ആക്ച്വൽ റിയാലിറ്റിയാണ് അത് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ ഇപ്പൊ ലിറ്ററലി സംഭവിക്കുന്നു, എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഭയങ്കര നല്ലൊരു. അത് പല പടത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മൾ ചില സീനിലൊക്കെ വിചാരിക്കും ഓക്കെ ഇന്ന പാർട്ടിനെ പറ്റി പൊക്കി പറയാണ്, അടുത്ത സീനിൽ മറ്റേ പാർട്ടിനെ പൊക്കി പറയാണ്. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് എല്ലാവർക്കും ഒരു അടി ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഒക്കെ കണക്കാന്നുള്ള മീനിങ് കൊണ്ടുവന്നുണ്ട്. അതിന് മനുഷ്യന്മാർ മനസ്സിലാക്കിയാൽ മതി. അതെ. പിന്നെ എന്തൊക്കെ ഇഷ്യൂസ് നമ്മുടെ കേരളത്തിലേക്ക് അഗേൻസ്റ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ കുറെ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ മോഹൻലാലിന്റെ ഫീല് അങ്ങനത്തെ വൺ മാൻ ഷോ പോലെ കാണിച്ചോണ്ടിരിക്കുക. അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായി. അത് കാരണം സെക്കൻഡ് പാർട്ടിൽ എല്ലാവരും ഇരുന്നത്. സെക്കൻഡ് പാർട്ടിൽ കുറെ ആക്ടേഴ്സിനെ അവര് ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ പറഞ്ഞ പോലെ സോഷ്യൽ റിലവന്റ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. തേർഡ് വരുമ്പോ നമുക്ക് നോക്കാം. അവര് വളരെ സസ്പെൻസ് ആയിട്ടുണ്ട്. എന്താ പറയാ, തേർഡല്ല ഫോർത്തിലേക്ക് പോകുന്നു പടം ഇങ്ങനെ പോയാൽ. അങ്ങനെയാണ് പോകുന്നത്. എന്താ മൂവിയുടെ സീരീസ് അങ്ങനെ പറയാം. അതെ, മൂവി സീരീസ് തന്നെയാണ് പറയണേ. ഇതില് പൃഥ്വിരാജിന്റെ നമ്മള് സഡനായിട്ട് കാണുമ്പോ അങ്ങനെ ഒരു സയ്യിദ് മൊഹ്സൂദ് എന്ന പേരിലല്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ആ റോളിലേക്ക് വന്നു, എങ്ങനെ അല്ല അത് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് കൊടുക്കുന്ന. തേർഡ് പാർട്ടിൽ അവരെന്നെ കാണിക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ഈ സീരീസ് കണ്ടിന്യൂ എന്തായാലും 3 നിൽക്കില്ല, 4 പോകുന്നത്. ട്രെയിലർ കണ്ടപ്പോ ഒന്നും മനസ്സിലായില്ല. ട്രെയിലർ ലിറ്ററി അതന്നെ എനിക്കൊന്നും ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഞാൻ കുറെ വായിച്ചു നോക്കിയപ്പോ എല്ലാവരും പറയുന്നത് ട്രെയിലർ ഇങ്ങനെ ഇത്ര ഉണ്ടായാൽ മതി, നല്ല പഞ്ചില് അല്ല, ഒന്നും റിവീൽ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ട്രെയിലർ ആയിരിക്കണം. പക്ഷെ വർക്ക് ചെയ്തേക്കുന്ന സിനിമാറ്റോഗ്രഫി ഒക്കെ സൂപ്പർ. സ്റ്റണ്ട് ആയാലും മറ്റേ VFX ആയാലും, ഇത് VFX ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര നീറ്റായിട്ട് ചെയ്തേക്കുന്നത്. ഏതോ ഇന്റർവ്യൂവിൽ പറയുന്നത് കുറെ അവര് ലൈവായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ അതിന്റെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്, നല്ല റിസൾട്ട് ഔട്ട് വന്നിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പോലെ മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷെ പണി ഇട്ടിട്ടുണ്ട്. അതിനുള്ളത് അവർക്ക് കിട്ടും ചെയ്യും. പൃഥ്വിരാജിന്റെ വർക്കൊക്കെ അടിപൊളിയുണ്ട്. അവര് പറഞ്ഞത് വെച്ച് നോക്കും. ഞാൻ ഭയങ്കര ഹൈപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഹൈപ്പായിരിക്കോ, ലൂസിഫറിന് അത്ര വന്നില്ലെങ്കിൽ എന്തായി പോവും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവം പിന്നെ ഫാൻസിനൊക്കെ ഓടിട്ട് മറക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് അതില്. അത് വേറെ ഫാൻസിനൊക്കെ ഇളക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ഇവിടെ മോഹൻലാലിനെ ലൂസിഫർ ആയിട്ട് ഇത് തന്നെയായിരിക്കും ഫാൻസ് ഷോ എടുത്ത ഒരു പടം എന്ന് എനിക്ക് തോന്നുന്നു.
ഈ ഇടയ്ക്കൊന്നും ഫാൻസിന് അത്ര ഇളകാൻ പറ്റിയ പടം ഉറങ്ങുന്ന വന്നിട്ടില്ല. എനിക്ക് മമ്മൂട്ടിയുടെ ഭീഷ്മയും പിന്നെ എനിക്ക് അവിടെ ഫാൻസിനെ പിടിച്ച് കുലുക്കാൻ ഫാൻസിനൊക്കെ ഞാൻ ഫാനല്ലാണ്ട് പോലും വെറുതെ കിടന്ന് ഓളിയിടായിരുന്നു. കാരണം ആ ഷോട്ട് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് ഓളിട്ട് പോകും. അപ്പൊ ഞങ്ങളൊരു ഫാൻ ഷോയ്ക്ക് പോലും അല്ല പോയത്, നോർമൽ ഒരു ഓവറാക്കൽ ഒന്നുമില്ല ഇതില്. എല്ലാം വർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് വിവേകൊബ്രം അല്ലാണ്ട് വേറെ വില്ലൻ വന്നാൽ നൈസ് ആവും. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു വില്ലൻ റോളില്. വില്ലന്മാരുടെ നല്ലോണം ക്ലാസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇനി മെയിൻ ഡാവിലെ ഇറക്കണുള്ളവരില്ലേ, തേർഡ് പാർട്ടില് വരുള്ളൂ. വേറെ ഡൂഡ് ഉണ്ട്. വില്ലൻസ് പറഞ്ഞിട്ടോ അതില് 1-2 വില്ലനൊന്നല്ല, കുറെ വില്ലൻസ് ഉണ്ട്. മറ്റൊരാളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞ കുറെ പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം, അതൊന്നും പറയുന്നില്ല. എല്ലാരും പോയി കാണാം, മാക്സിമം പറ്റണവരൊക്കെ പോയി കാണാം. മോഹൻലാൽ ഫാൻസ് പറയണ്ടല്ലോ, എന്തായാലും പോയിരിക്കും. പിന്നെ എന്നെ പോലെ ഫാൻസ് എല്ലാം കണ്ടാൽ കൊള്ളാം എന്നുള്ളവർ എന്തായാലും പോയി കാണാം. 100% പൈസ വേസ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെപ്പോഴും റിവ്യൂല് പറയില്ല, ഒന്നിനെ പോയി കാണാം അല്ലെങ്കിൽ പോയി കാണണ്ട, അങ്ങനെയാണ് ഞങ്ങൾ റിവ്യൂ എപ്പോഴും പറയാറ്. സോ ഇത് തിയേറ്റർ വാച്ച് ആണ്, നിങ്ങൾ എന്തായാലും പോയി കാണണം. ഓക്കെ, ശരി. അടുത്ത മൂവി പിന്നെ വരാം. ബൈ.